പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിയ വാർത്തയായിരുന്നു. രണ്ട് പ്രബലമായിട്ടുള്ള സമുദായങ്ങൾ ഒരുമിച്ച് വന്ന് ചർച്ചകൾ നടത്തിയത്. ഭിന്നതയും വിഭാഗീയതയും വെടിഞ്ഞുകൊണ്ട് സാധിക്കുന്ന മേഖലകളിൽ ഐക്യത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ഈ രണ്ട് സമുദായ നേതാക്കന്മാരുടെ പ്രയത്നങ്ങൾ തികച്ചും ശ്ലാഘനീയമാണ്, അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ്. സമുദായ ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് നീങ്ങുവാനുള്ള അവരുടെ തീരുമാനം യഥാർത്ഥത്തിൽ ഒരു ചരിത്ര വിജയമാണ്. ഭിന്നതയും വിഭാഗീയതയും വെടിഞ്ഞുകൊണ്ട് ഐക്യത്തോടുകൂടി വർത്തിക്കുക എന്നത് ഒരു പുണ്യ കാര്യമാണ്. ഇന്ന് സമൂഹത്തിൽ ഭിന്നതയും വർഗീയതയും വിഭാഗീയതയും വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നു. ഏതൊരു നല്ല പ്രവൃത്തി പോലും ചിലപ്പോഴെല്ലാം വർഗീയതയും വിഭാഗീയതയുമൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ ഉത്ഭവം മുതലേ അവൻ്റെ പ്രവൃത്തികളിൽ വിഭാഗീയത അഥവാ ഭിന്നത കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 10 വചനത്തിൽ നമ്മൾ പ്രകാരം വായിച്ചു കേൾക്കുന്നു. ആദ്യ സഹോദരന്മാർക്കിടയിലെ ഭിന്നത അവിടെ ദൃശ്യമാണ്. കായനും ആബേലും തമ്മിലുള്ള വിഭാഗീയത അഥവാ ഭിന്നത നമ്മൾ വചനത്തിൽ പ്രകാരം വായിച്ചു കേൾക്കുന്നു. ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. ഇവിടെ ഭിന്നതയ്ക്കും വിഭാഗീയതയ്ക്കും കാരണമായിട്ട് മാറിയത് അസൂയാണ്. അതിൻ്റെ പരിണിത ഫലമായിട്ട് ആദ്യത്തെ കൊലപാതകം അവിടെ സംഭവിക്കുകയാണ്. ഇന്നത്തെ എല്ലാ വായനകളും ഭിന്നതയിലേക്കും വിഭാഗീയതയിലേക്കുമൊക്കെയാണ് വിരൽ ചൂണ്ടുന്നത്. രണ്ടാമത്തെ വായനയിൽ നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നു, സഹോദരരെ, നിങ്ങളെല്ലാവരും സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലേയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ കേപ്പയുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് ഇനിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൊറിന്തോസിലെ സഭയിൽ നടമാടിയിരുന്ന ഭിന്നതയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. അതായത് ഇന്നത്തെ പല രാഷ്ട്രീയ പാർട്ടികളിൽ കാണുന്ന പോലെ പാർട്ടിക്കുള്ളിൽ തന്നെ നേതാക്കന്മാരുടെ പേരിൽ വിഭിന്ന ഗ്രൂപ്പുകളുള്ളതുപോലെ കൊറിന്തോസിലെ സഭയിലും വ്യത്യസ്തമായിട്ടുള്ള സഭ നേതാക്കന്മാരുടെ പേരിൽ വ്യക്തിത്വ ആരാധനയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിഭാഗീയത വളർന്നു വന്നു. അവിടെ അംഗങ്ങൾ വ്യത്യസ്ത നേതാക്കളോട് കൂറ് അവകാശപ്പെടുന്ന ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞു. പൗലോസ്, അപ്പോളോസ്, പത്രോസ് എന്നിങ്ങനെ. ഇത് സഭയ്ക്കുള്ളിൽ ആന്തരിക പോരാട്ടവും ലൗകികതയും സൃഷ്ടിച്ചു. ഈ ഭിന്നതയും വിഭാഗീയതയും കുറിച്ചാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വിഭാഗീയതയെ, ഭിന്നതയെ പരിഹരിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയത്. 1 കൊറിന്തോസ് 1-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വചനത്തിൽ, ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ? പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ക്രിസ്പോസിനെയും ഗായസിനുമല്ലാതെ നിങ്ങൾ മറ്റാരെയും ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് എൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചെന്ന് പറയാൻ നിങ്ങൾക്കാർക്കും സാധിക്കില്ല. ഈ വചനത്തിലൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത് കുരിശമരണത്തിലൂടെ നിത്യരക്ഷ നൽകിയത് ഈശോ എന്ന ഏക വ്യക്തി മാത്രമാണ്. പൗലോസോ അപ്പോലോസോ പത്രോസോ എന്നിവരല്ല, മറ്റാരുമല്ല. ഈശോയാണ് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഏക ഘടകം, ഏക വ്യക്തി. അവിടുന്ന് മാത്രം അഭയം പ്രാപിക്കുവാനാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിഭാഗീയതയും ഭിന്നതയും വെടിഞ്ഞ് ഈശോയിൽ മാത്രം രക്ഷ കണ്ടെത്തുവാൻ വേണ്ടിയാണ്. കാരണം അവിടുന്ന് മാത്രമാണ് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചു ഉത്ഥാനം ചെയ്തത്. ഈശോ വഴിയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, മറ്റാരുമല്ല, മറ്റു അപ്പോസ്തലന്മാരേ അല്ല. ആയതിനാൽ വ്യത്യസ്തമായ അപ്പോസ്തലന്മാരുടെ പേരുകൾ പറഞ്ഞ് ഭിന്നതയും വിഭാഗീയതയും പടുത്തുയർത്താതെ ഈശോയിൽ ഐക്യപ്പെടുവാനാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നത്. ഈശോയുടെ പ്രവർത്തന ശൈലി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈശോ ഒരിക്കലും ഭിന്നതയോ വിഭാഗീയതയോ സൃഷ്ടിച്ചില്ല.
അവിടുന്ന് എല്ലാവരെയും ഉൾക്കൊണ്ടാണ് പ്രവർത്തിച്ചത്. അതിന് വലിയ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേട്ട സുവിശേഷ ഭാഗം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക ഈശോ തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്നതാണ്. വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ച് കേൾക്കുന്നു. മത്തായി 4:18 മുതൽ 22 വരെയുള്ള വചനത്തിൽ, അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു, സെബെദിപുത്രനായിട്ടുള്ള യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും യേശു വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. ഈശോ ഇവിടെ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തികളാണ്. പിന്നീട് അവിടുന്ന് മറ്റു ശിഷ്യഗണത്തെ വിളിക്കുമ്പോൾ മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരെയാണ് വിളിക്കുന്നത്. അവിടുത്തെ ശിഷ്യഗണത്തിൽ എല്ലാ തരത്തിലുമുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു അവിടുത്തെ പ്രവർത്തന ശൈലി. ഭിന്നതയും വിഭാഗീയതയും വെടിഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള വ്യക്തികളെയാണ് അവിടുന്ന് വിളിച്ചത് തൻ്റെ ശിഷ്യന്മാരായിട്ട് മാറുവാനായിട്ട്. പിന്നീട് നമ്മൾ കാണുന്നു അവിടുത്തെ ശിഷ്യഗണത്തിൽ പാപികളും വിശുദ്ധരും നീതിമാന്മാരും നീതിരഹിതരുമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരുന്നു യേശുവിൻ്റെ ശൈലി. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയും എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. അവിടെ വിഭാഗീയതയോ ഭിന്നതയില്ല. അതിന് മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായന. ഒന്നാം വായന നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു. ആദ്യ കാലങ്ങളിൽ സെബുലൂൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങൾ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകൾ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. തുടർന്ന് നമ്മൾ കാണുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ ഈ 2 ദേശങ്ങളെ സെബുലൂനെയും നഫ്താലിയും ദൈവം ഉയർത്തുന്നതായിട്ട്. മത്തായി 4:12 മുതൽ 13 വരെ വചനം വായിച്ച് കേൾക്കുന്നു. യോഹന്നാൻ ബന്ധസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ടു സെബുലൂൻ്റെയും നഫ്താലിയുടെ അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. എന്തുകൊണ്ട് ദൈവം ആ 2 ദേശങ്ങൾ ഉയർത്തി എന്നത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായിട്ടുള്ള ഇസ്രായേൽ ജനത 12 ഗോത്രങ്ങളായിരുന്നു. പലപ്പോഴും ഇസ്രായേൽ ജനതയെ മറ്റു ശത്രു രാജ്യങ്ങൾ ആക്രമിച്ചിരുന്നു. അവിഭക്ത ഇസ്രായേൽ എന്നത് ഈ 12 ഗോത്രങ്ങളായിരുന്നു. വടക്ക് 10 ഗോത്രങ്ങളും തെക്ക് 2 ഗോത്രങ്ങളും. പിന്നീടാണ് ഇസ്രായേൽ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുന്നത്. ഇവയിൽ ഏറ്റവും ആദ്യം പ്രവാസത്തിലേക്ക് പോയത് നമ്മൾ ഇന്ന് ഒന്നാം വായനയിൽ വായിച്ചു കേട്ട 2 ഗോത്രങ്ങളാണ്, സെബുലൂണും നഫ്താലിയും. അസ്രിയക്കാരുടെയും ബാബിലോൺകാരുടെയും ആക്രമണത്തിൽ വടക്ക് ഭാഗത്തുള്ള 2 ഗോത്രങ്ങളായ സെബുലൂനും നഫ്താലിയും ഉൾപ്പെടുന്ന 10 ഗോത്രങ്ങൾ പിന്നീട് തിരിച്ചു വന്നില്ല. തെക്ക് ഭാഗത്തുള്ള മറ്റു 2 ഗോത്രങ്ങൾ മാത്രമാണ് തിരിച്ചു വന്നത്. എന്നാൽ മിശിഹായുടെ ആഗമനത്തോടുകൂടി എല്ലാ ഗോത്രങ്ങളും തിരിച്ചു വരുമെന്നാണ് യഹൂദരുടെ വിശ്വാസം. അങ്ങനെ ഏറ്റവും ആദ്യം പ്രവാസത്തിലേക്ക് പോയ സെബുലൂനിൻ്റെയും നഫ്താലിയുടെയും സ്ഥലത്ത് വന്നുകൊണ്ടാണ് ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. ഇതിലൂടെ ഈശോ നൽകുന്ന സന്ദേശം ചിതറിക്കപ്പെട്ട പഴയ ഇസ്രായേലിനെ പുനരുദ്ധരിക്കുവാൻ വന്നതാണെന്നാണ്. അതായത് 12 ഗോത്രങ്ങളെയും ഒരുമിച്ച് കൂട്ടുവന്നതാണ്. എന്നാൽ 12 ഗോത്രങ്ങളെ മാത്രമല്ല, മറിച്ച് എല്ലാ ദൈവമക്കളെയും ഒരുമിച്ച് കൂട്ടുവാനാണ് ഈശോ വന്നത്. ഭിന്നതയോ വിഭാഗീയതയില്ലാതെ ഐക്യപ്പെട്ട് എല്ലാവരും കൂട്ടിച്ചേർക്കുവാൻ, എല്ലാവരും ഉൾക്കൊണ്ട് രക്ഷ നൽകുവാനായിട്ട് നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ. അങ്ങനെ ഭിന്നതയും വിഭാഗീയതയും വെടിഞ്ഞുകൊണ്ട് ഐക്യത്തിൽ ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് വചനം നമുക്ക് എല്ലാവർക്കും നൽകുന്നത്. ഈ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു കൂട്ടായ്മയാണ് സെഹേൻ ഷാലിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എന്നാൽ ആ കൂട്ടായ്മയെ തകർക്കുന്ന ഒന്നാണ് നമുക്ക് ക്രിസ്തു ശിഷ്യനായ യൂദാസിൻ്റെ പ്രവൃത്തിയിൽ കാണാൻ സാധിക്കുക.
സാത്താൻ യുദാസിൽ പ്രവേശിച്ചു, ഭിന്നത സൃഷ്ടിച്ചു, സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതിലേക്ക് നയിച്ചു. വചനം നമ്മളെ ക്ഷണിക്കുന്നു ഒരു ആത്മപരിശോധനക്കായിട്ട്. ഭിന്നത സൃഷ്ടിക്കുന്ന ഈ തിന്മയുടെ ശക്തി, തിന്മയുടെ ആത്മാവ് നമ്മളിലുണ്ടോ? നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഭിന്നതയുടെ വിത്തുകളാണോ അതോ ഐക്യത്തിൻ്റെ വിത്തുകളാണോ നമ്മൾ തേക്കുന്നത്? ആയതിനാൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഉദാത്തമായിട്ടുള്ള മാതൃക എന്നത് ത്രിയേക ദൈവമാണ്. ത്രിയേക ദൈവം, അതായത് ഒരു ദൈവം ഒപ്പം 3 വ്യക്തികളായിരിക്കെ ആ 3 പേരും സ്നേഹത്തിൽ ഐക്യത്തിൽ ഒന്നായിരിക്കുന്നു. ചുരുക്കത്തിൽ അവർ സ്നേഹത്തിൽ ഐക്യത്തിൽ ഒന്നായിരിക്കുന്നത് കൊണ്ടാണ് ഒരു ദൈവവും 3 വ്യക്തികളുമൊക്കെ ആയിരിക്കുന്നത്. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാതൃകയായ ത്രിയേക ദൈവത്തെ അനുകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ആഴ്ച തിരുവചനം നമ്മൾക്ക് നൽകുന്ന ഒരു ദൗത്യം ഇതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഭിന്നതയുടെ ആത്മാവിനെ തകർത്തുകൊണ്ട് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കുവാൻ. ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നത വെടിഞ്ഞുകൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും വർത്തിക്കുവാൻ പരിശ്രമിക്കണം. അതുപോലെ തന്നെ മക്കളും മാതാപിതാക്കളും കുടുംബ ഐക്യത്തെ തകർക്കുന്ന ഭിന്നത വെടിഞ്ഞുകൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും എന്നും ആയിരിക്കുവാൻ പരിശ്രമിക്കണം. അങ്ങനെ എല്ലാവരും ഭിന്നത വെടിഞ്ഞുകൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും വർത്തിച്ചാൽ കുടുംബം മറ്റൊരു സ്വർഗമായിട്ട് മാറും. നമ്മുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജോലി സ്ഥലത്തും ഭിന്നത വെടിഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാതൃക ആയിരിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.